പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ SSLC പരീക്ഷയ്ക്ക്. ഫിസിക്സും കെമിസ്ട്രിയും കണക്കും പഠിച്ചു തീർക്കാൻ. ഒന്നുകൊണ്ട് വിഷമിക്കണം. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും ഇനി നിങ്ങൾ മനസ്സ് വെച്ച് ഒന്ന് പഠിച്ചെടുത്താൽ നല്ല മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് കഴിയും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പാഠപുസ്തകം കയ്യിലെടുക്കുക, ഓരോ പാരഗ്രാഫായിട്ട് നോക്കുക, പഠിച്ചതാണോ പഠിക്കാത്തതാണോ. പഠിക്കാത്തതെല്ലാം പെൻസിൽ കൊണ്ട് ഒരു ക്രോസ് മാർക്ക് ഇട്ട് വയ്ക്കുക. അങ്ങനെ ഈ 3 വിഷയം ചെയ്തിട്ട് ആ ക്രോസ് മാർക്കിട്ട് ഓരോന്നായിട്ട് പഠിച്ചു തീർക്കുക. ആ പഠിച്ചു തീർക്കുന്ന മുറയ്ക്ക് ആ ക്രോസ് മാർക്ക് റബ്ബർ കൊണ്ട് മാച്ച് കളയുക. അത് ഏകദേശം ഒരു 25-ാം തീയതി വരെ തുടർന്നാൽ മതി. 25-ാം തീയതി രാത്രിയാവുമ്പോൾ ഇതിലേതെങ്കിലും ഭാഗം നിങ്ങൾ പഠിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോട്ടെന്ന് വെക്കുക. 26-ാം തീയതി തൊട്ട് പുതിയതായിട്ടൊന്നും പഠിക്കരുത്. പഠിച്ച പാഠഭാഗങ്ങൾ റിവിഷൻ മാത്രം നടത്തും. പിന്നെ ഫിസിക്സിന് 40 മാർക്കിലാണ് പരീക്ഷ. A+ന് 36 വേണ്ട, 35 മതി. ഫിസിക്സിലെ ഏറ്റവും നീളം കൂടിയ ചാപ്റ്ററാണ് ലാസ്റ്റ് ചാപ്റ്റർ, ഊർജ്ജ പരിപാലനം, എനർജി മാനേജ്മെന്റ്. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു 5 അല്ലെങ്കിൽ 6 മാർക്കിനെ ചോദ്യം വരുവുള്ളൂ ആ ചാപ്റ്റർ. അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് 44 മാർക്കിന് അല്ലെങ്കിൽ 45 മാർക്കിന് ഉത്തരം എഴുതും. 45 മാർക്കിന് എഴുതുന്നതിൽ 10 മാർക്ക് തെറ്റിയാലും കിട്ടും 35. അപ്പോൾ ആ ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് A+ വാങ്ങും. ഇതുപോലെ തന്നെയാണ് കെമിസ്ട്രിയിലും ലാസ്റ്റ് ചാപ്റ്റർ. അവിടെ നിന്ന് 4 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദ്യങ്ങളെ ഉണ്ടാവും. അപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ആ ലാസ്റ്റ് ചാപ്റ്റർ ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം നല്ലവണ്ണം പഠിച്ചു തീർക്കും. എന്നിട്ട് മിച്ച സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചോളൂ. ഇതിൽ നിങ്ങൾക്ക് പ്രോഗ്രാം കാണുന്ന നിങ്ങൾ പലരും ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കാണും, എങ്കിൽ വളരെ നല്ലത്. അപ്പോൾ അതുപോലെ മാത്തമാറ്റിക്സിനും ലാസ്റ്റ് ചാപ്റ്റർ അവസാനത്തേക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം പഠിച്ചു തീർക്കുക. എല്ലാം പഠിച്ചു തീർത്തിട്ട് മിച്ചം സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററും പഠിക്കുക. എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിവിഷൻ ഏറ്റവും നല്ലത് നെറ്റിൽ നിന്ന് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നെറ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ന് പല പബ്ലിക്കേഷൻകാരും ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചേർത്ത് ഒരു ബുക്കായിട്ട് വെക്കുന്നുണ്ട് എല്ലാ വിഷയങ്ങളും. അതിന് ആവശ്യമുണ്ട്. കാരണം പരീക്ഷ എഴുതുന്നതൊക്കെ ഒരു സ്കിൽ തന്നെയാണ്. സ്കിൽ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് പ്രാക്ടീസ് വഴി കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ ചോയ്സിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയെങ്കിൽ അതൊരു പക്ഷേ 2ഉം ചേർത്ത് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇരുന്ന് എഴുതാൻ തുടങ്ങിയാൽ എല്ലാ ഉത്തരങ്ങളും എഴുതിയതിനു ശേഷം മാത്രമേ എഴുതിക്കാവൂ. ഒരു മൊബൈലിൽ സ്റ്റോപ്പ് വാച്ചോ മറ്റോ വെച്ച് എത്ര സമയം എടുത്തു എന്ന് നോക്കുക. മൊബൈൽ ഇല്ലാത്തവർ ക്ലോക്കിൽ നോക്കുക, എത്ര മണിക്ക് എഴുതാൻ തുടങ്ങി കുറിച്ച് വെക്കുക. എഴുതി തീർന്നപ്പോൾ എത്ര സമയം എടുത്തു, എത്ര മണിക്ക് തീർത്തു നോക്കി എത്ര സമയം എടുത്തു നിങ്ങൾക്ക് കണ്ടുപിടിക്കും. അത് ഒരു പക്ഷേ ഈ ചോയ്സിലെയും എല്ലാം കൂടെ എഴുതുന്നുണ്ട്. ആദ്യ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 3 മണിക്കൂർ കൂടുതൽ എടുക്കും. പരീക്ഷ 2.5 മണിക്കൂറാണ്. നിങ്ങൾ ആദ്യം 3 മണിക്കൂർ കൂടെ എടുത്തേക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കൂടുതൽ ചോദ്യ പേപ്പറുകൾ ആൻസർ ചെയ്യും. ഐ ക്യാൻ ഗ്യാരണ്ടി ഒരു 8ാമത്തെ ചോദ്യ പേപ്പർ എത്തുമ്പോൾ നിങ്ങൾ 2 മണിക്കൂറിൽ ആൻസർ ചെയ്ത് തീർത്തിരിക്കും. 10 എത്താമെങ്കിൽ 2 മണിക്കൂറിലും വേണ്ടി വരില്ല. ഇതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ചെയ്യുക. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ആൻസർ ചെയ്തിട്ടാണ് പബ്ലിക് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ ഫിസിക്സ് എഴുതാൻ 1 മണിക്കൂർ പോലും വേണ്ടി വരില്ല, കെമിസ്ട്രിക്ക് 1 മണിക്കൂർ പോലും വേണ്ടി വരില്ല, കണക്കിന് 2 മണിക്കൂർ പോലും വേണ്ടി വരില്ല. പല കുട്ടികളും പരീക്ഷ കഴിഞ്ഞ് വെളിയിൽ വന്ന് പറയുന്ന ഒരു പരാതിയുണ്ട്, എനിക്ക് സമയം തികഞ്ഞു. ഒന്ന് ചിന്തിക്കുക കുട്ടികളെ, അതിൽ 100 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് 2.5 മണിക്കൂറായിരുന്നില്ലേ? നിങ്ങൾക്കും 2.5 മണിക്കൂറായിരുന്നില്ല. ആ കുട്ടിക്ക് സമയം തികഞ്ഞില്ലേ? അപ്പം നിങ്ങൾക്ക് സമയം തികയാത്തതാണോ നിങ്ങളുടെ സ്പീഡ് പോരാത്തതാണോ പ്രശ്നം? എൻ്റെ സ്പീഡ് പോരായിരുന്നു എന്ന സത്യം മനസ്സിലാക്കി സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒറ്റ ഇരിപ്പിൽ ആൻസർ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്ത് ശീലിക്കും. അതുപോലെ ഫിസിക്സിൽ 1ാമത്തെ ചാപ്റ്ററിൽ കണക്കുകളുണ്ട്, 3ാമത്തെ ചാപ്റ്ററിലുണ്ട്, 4ാമത്തെ ചാപ്റ്ററിലുണ്ട്, 5ാമത്തെ ചാപ്റ്ററിൽ. ഒരു 10 മുതൽ 16 മാർക്കിന് വരെ ഫിസിക്സിലെ ഗണിത പ്രശ്നങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഒരു ബുക്ക് എടുത്ത് അതിൽ എല്ലാ ഫോർമുലകളും ഒന്ന് കുറിച്ച് വയ്ക്കുക. ആ ഓരോ ഫോർമുല വെച്ചും ഓരോ കണക്കെങ്കിലും ചെയ്യുക. കെമിസ്ട്രിയിൽ 2ാം ചാപ്റ്ററായ മോൾ കോൺസെപ്റ്റ്, അതിൽ നിറച്ച് കണക്കുകളാണ്. അതിലെയും എല്ലാ വെറൈറ്റിയിലെയും കണക്കുകളൊന്ന് ചെയ്യും. കെമിസ്ട്രിയിൽ ബോയ്ൽസ് ലോ, ചാൾസ് ലോ, മോൾ കോൺസെപ്റ്റ്, ഈ ഭാഗങ്ങളിൽ നിന്ന് കണക്കുകൾ വരും, ഉറപ്പായിട്ട് വരും. ഒരുപക്ഷെ പരീക്ഷ ഹാളിൽ വരുമ്പോൾ ഒരു സംശയം വരും, ബോയ്ൽസ് ലോ PV = K, ചാൾസ് ലോ V/T = K. ഇതിലേതാണ് ബോയ്ൽസ് ലോ, ഇതേതാണ് ചാൾസ് ലോ എന്നൊരു സംശയം നിങ്ങൾക്ക് വന്നേക്കും. ബോയ്ൽസ് ലോ പരീക്ഷയ്ക്ക് വരുന്ന കാര്യം എന്നോർത്താൽ മതി. പരീക്ഷയ്ക്ക് വരുന്ന കാര്യം, പരീക്ഷയ്ക്ക് P, വരുന്ന V, കാര്യം K, PV = K. അപ്പോൾ ബോയ്ൽസ് ലോ PV = K, അപ്പോൾ V/T അത് ചാൾസ് ലോ. നിങ്ങൾക്ക് അങ്ങനെ സുഖമായിട്ട് വേർതിരിക്കാം. അങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ നിങ്ങൾ ഓർക്കണം. ഇതുപോലെ ഫിസിക്സിനകത്ത് വരുന്നത്, ഒരു തുള്ളി ജലത്തിൽ സൂര്യപ്രകാശം കയറി വെളിയിൽ വരുമ്പോൾ താഴെ ചുവപ്പ് പ്രകാശവും മുകളിൽ വയലറ്റുമാണ്. എന്നാൽ മഴവില്ലിൽ നേരെ തിരിച്ചാണ്, ചുവപ്പ് മുകളിലാണ്, വയലറ്റ് താഴെയാണ്. അവിടെയും കൺഫ്യൂഷൻ വരാം. ചുവപ്പ് താഴെയാണോ മുകളിലാണോ, തുള്ളിയിലാണോ താഴെ, വില്ലിലാണോ? വില്ലെന്ന് പറയാൻ മഴവില്ല്. ഏതിലാണ് താഴെ? അതോ ഞാൻ ഓർത്ത് വയ്ക്കൂ, ചുവപ്പ് തുള്ളിയിൽ താഴെ വില്ലിൽ മുകളിൽ, അത്രയും ഓർത്താൽ മതി. ചുവപ്പ് തുള്ളിയിൽ താഴെ വില്ലിൽ മുകളിൽ. ഇതുപോലെ പ്രശ്നം വരാവുന്ന മറ്റൊരു ഏരിയയാണ്. നിങ്ങൾക്ക്
ഫാർ സൈറ്റഡ്നെസ് അഥവാ ലോങ് സൈറ്റഡ്നെസ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പിടി കിട്ടും. ലോങ് ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ള കാണാൻ പറ്റില്ല. നിയർ സൈറ്റഡ്നെസ്ന്നോ ഷോർട്ട് സൈറ്റഡ്നെസ്ന്നോ ചോദിച്ചാൽ നിയർ ആയിട്ടുള്ള അടുത്തുള്ളവ കാണാൻ പറ്റും, ദൂരെ കാണാൻ പറ്റില്ല. വേഗം നിങ്ങൾക്ക് ഓർമ്മ വരും. പക്ഷേ ഇവയ്ക്ക് വേറെ പേരുണ്ട്. ഒന്നാണ് ഹൈപ്പർ മെട്രോപ്പിയ, മയോപ്പിയ, രണ്ട് പേരുണ്ട്. ഹൈപ്പർ മെട്രോപ്പിയ, മയോപ്പിയ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഏതാണ് ലോങ് സൈറ്റ്, ഏതാണ് ഷോർട്ട് സൈറ്റ്, ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇങ്ങനെ ഓർക്കും, ഹൈപ്പർ മെട്രോപ്പിയ, മയോപ്പിയ, ഇതിലേതാണ് നീളം കൂടിയ വാക്ക്? ഹൈപ്പർ മെട്രോപ്പിയ നീളം കൂടിയ വേർഡ്, ലോങ് സൈറ്റ്. മയോപ്പിയ ഷോർട്ട് വേർഡ്, അത് ഷോർട്ട് സൈറ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് വേർതിരിക്കും. അതുപോലെ ചാപ്റ്റർ 5 റേ ഡയഗ്രങ്ങളെല്ലാം വരച്ച് പഠിക്കുക. ഓരോ റേ ഡയഗ്രം നന്നായിട്ട് വരച്ച് പഠിക്കുക. അതിലേതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാ റേ ഡയഗ്രങ്ങളും നന്നായിട്ട് പഠിക്കുക 5ാമത്തെ ചാപ്റ്ററിൽ. പിന്നെ കണക്കുകൾ ചെയ്യുമ്പോൾ മിററോ ലെൻസോ ചോദിക്കുമ്പോൾ ആലോചിച്ച് കാർട്ടീഷ്യൻ കൺവെൻഷൻ പ്രയോഗിച്ച് സൈൻ ഇട്ട് തന്നെ എഴുതണം. സാധാരണ കണക്കിൽ നമ്മൾ പോസിറ്റീവ് 40 എഴുതിയാൽ മാർക്ക് കിട്ടും. പക്ഷേ ദർപ്പണവുമായോ ലെൻസുമായിട്ടോ ബന്ധപ്പെട്ട് കണക്ക് ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് സൈൻ ഇട്ട് തന്നെ എഴുതണം. അത് മിറർ ആയാലും ലെൻസ് ആയാലും വസ്തുവിലേക്കുള്ള എപ്പോഴും നെഗറ്റീവ് തന്നെ. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബേജാറാവണ്ട, പ്രത്യേകിച്ച് പഠിക്കാനും മെനക്കണം. ദർപ്പണം അല്ലെങ്കിൽ ലെൻസിലുള്ള ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കും. ദർപ്പണം മിറർ. റിയൽ ഇമേജ് യഥാർത്ഥ പ്രതിബിംബം നെഗറ്റീവ് ആണ്. മിഥ്യാ പ്രതിബിംബം പോസിറ്റീവ് ആണ്. വെർച്വൽ ഇമേജ് പോസിറ്റീവ്. ലെൻസിന് നേരെ തിരിച്ചായിരിക്കും. അപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി. അതായത് മിററിൽ റിയൽ ഇമേജ് നെഗറ്റീവ് എങ്കിൽ ലെൻസിൽ റിയൽ ഇമേജ് പോസിറ്റീവ്. മിററിൽ വെർച്വൽ ഇമേജ് മിഥ്യാ പ്രതിബിംബം പോസിറ്റീവ്. അതുകൊണ്ട് ലെൻസിൽ മിഥ്യാ പ്രതിബിംബം വെർച്വൽ ഇമേജ് നെഗറ്റീവ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചാൽ മതി. രണ്ടും കൂടെ പഠിച്ചു വെച്ചാൽ മാറിപ്പോകും. ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് HO എല്ലാത്തിലും എപ്പോഴും പോസിറ്റീവ് ആണ്. ഹൈറ്റ് ഓഫ് ഇമേജ് HI. മിറർ ആയാലും ലെൻസ് ആയാലും റിയൽ ഇമേജ് യഥാർത്ഥ പ്രതിബിംബം എല്ലാം നെഗറ്റീവ് ആണ്. എന്നാൽ വെർച്വൽ മിഥ്യ ആണെങ്കിൽ അത് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സൈൻ കൺവെൻഷനും പ്രശ്നമല്ല. ഫിസിക്സിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ചാപ്റ്റർ 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം. പിന്നെ കൂടുതൽ വരുന്നത് 1, 5 ചാപ്റ്ററുകളായിരിക്കും. പിന്നെ 2, 6, 4, ഏറ്റവും കുറവ് 7. ഇതുവരെ കെമിസ്ട്രിയിൽ 3, 4, 5 ചാപ്റ്ററുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ബാക്കി ചാപ്റ്ററുകൾ പഠിക്കേണ്ടെന്നല്ല, ഇവിടെ നിന്നായിരിക്കും കൂടുതൽ മാർക്ക് വരിക. അതുപോലെ കെമിസ്ട്രിയിൽ ആനോഡും കാഥോഡും ഒക്കെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോയേക്കാം. ഇപ്പൊ ചോദിക്കുന്ന സിങ്ക്, കോപ്പർ, ഗാൽവനിക് സെൽ, ആനോഡ് ഏത്, കാഥോഡ് ഏത്, ഇത്രയും ഓർത്താൽ മതി. സിങ്കും കോപ്പറും ഇതിലേത് മെറ്റലാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ വരുന്ന സിങ്ക് ആണ്. എപ്പോഴും മുകളിൽ വരുന്നവൻ ആനോഡ്, താഴെ വരുന്നവൻ കാഥോഡ്. അപ്പോൾ അവിടെ സിങ്ക് ആനോഡ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതുക ഓക്സീകരണം, ഓക്സിഡേഷൻ, അതുകൂടെ എഴുതുക. കോപ്പർ താഴെ വന്നവന്, അതുകൊണ്ട് അത് കാഥോഡ്, ബ്രാക്കറ്റിൽ നിരോക്സീകരണം അഥവാ റിഡക്ഷൻ, അതുകൂടെ എഴുതാൻ മറക്കരുത്. അതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു മോളിക്കുലർ ഫോർമുല കാണുമ്പോൾ ഇപ്പൊ C2H6 കണ്ടു. C2 കാർബൺ 2 ആണ്. അതിന് 2 കൊണ്ട് ഗുണിക്കുക 4 എന്ന് കിട്ടും. ആ 4നേക്കാൾ കൂടുതലാണ് H എങ്കിൽ പേര് ANE എന്ന് അവസാനിക്കും. കാർബണിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ ENE എന്ന് അവസാനിക്കും. കാർബണിന്റെ ഇരട്ടി കുറവാണെങ്കിൽ YNE എന്ന് അവസാനിക്കും. അല്ലാതെ ഓരോ മോളിക്കുലർ ഫോർമുലയും പേരും ഫോർമുലയും കാണാൻ പഠിച്ച് മെനക്കെടുണ്ട്. അത് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അവിടെ ഇരുന്ന് അതായത് തീരുമാനിക്കും. അത്ര എളുപ്പമാണ് ആ ചാൻ. അതുപോലെ കണക്കിന് അത്യാവശ്യം വേണ്ടത് ടെക്സ്റ്റിലെ ഓരോ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിരിക്കണം പരീക്ഷിക്കുമ്പോൾ. ഏത് സ്കൂളിൽ ഞാൻ പോയാലും ചോദിക്കുമ്പോൾ ഏറ്റവും പ്രയാസം ചോദിക്കുമ്പോൾ കണക്കാണ് പറയുന്നത്. അതിന് പ്രധാന കാരണം ടെക്സ്റ്റ് വായിക്കാത്തത് തന്നെയാണ്. ടെക്സ്റ്റ് കൊണ്ട് വായിക്കുക, ടെക്സ്റ്റിലെ സോൾഡ് എക്സാമ്പിൾസ് ആദ്യം നോക്കി പഠിക്കുക, ബാക്കി കണക്കുകളെല്ലാം ചെയ്യുക, പഴയ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യും. ഇത്രയും ചെയ്താൽ കണക്കിനും A+ ഉറപ്പാണ്. പിന്നെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും കണക്കായാലും പരീക്ഷ കഴിഞ്ഞ് വെളിയിറങ്ങിയിട്ട് കൂട്ടുകാരുമായിട്ടോ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ടോ ട്യൂഷൻ സാറുമായിട്ടോ രക്ഷകർത്താക്കളുമായിട്ടോ ആരുമായിട്ടും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറുകൾ ചർച്ച ചെയ്യരുത്. അത് നിങ്ങൾ എഴുതിയത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ ആ വിഷമത്തിലായിരിക്കും നിങ്ങൾ അന്ന് മുഴുക്കായിരിക്കും. അത് അടുത്ത ദിവസത്തെ പഠനത്തിനെ ബാധിക്കും, അടുത്ത ദിവസം മാർക്കിനെ ബാധിക്കും. നിങ്ങൾ എഴുതിയത് തെറ്റാണെന്ന് അറിഞ്ഞാൽ തിരിച്ചു പോയി തിരുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിന് തെറ്റാണോ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. പോയത് പോട്ടെ, ആ തെറ്റാണെങ്കിൽ തെറ്റിപ്പോയത് തന്നെ, അതിന് തിരുത്താനൊന്നും കഴിയില്ല. ആരെങ്കിലും പറഞ്ഞത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പോയി തിരുത്താനൊന്നും കഴിയില്ല. വെറുതെ മനസ്സിന് വിഷമം വരുത്തണ്ട. അതുകൊണ്ട് കഴിഞ്ഞത് പോട്ടെ എന്ന് വിചാരിച്ച് ചർച്ച മാറ്റി വയ്ക്കും. പേപ്പറിലൊക്കെ വരുന്ന വിശകലനങ്ങൾ വായിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ആ പേപ്പർ എടുത്ത് മാറ്റി വെച്ചേക്ക്. എല്ലാ വിഷയവും പരീക്ഷ കഴിഞ്ഞിട്ട് ഒരുമിച്ച് വായിച്ചു നോക്കാം. അന്നെന്നുള്ളത് പിറ്റേ ദിവസം വരുന്നത് ആ പിറ്റേ ദിവസം വരുമ്പോൾ വായിക്കണ്ട, എല്ലാ പരീക്ഷയും കഴിഞ്ഞ് വായിച്ചാൽ മതി. പരീക്ഷ ദിവസങ്ങളിൽ കൂട്ടുകാരുമായിട്ട് ഉത്തരങ്ങൾ ചർച്ച ചെയ്യരുത് രാവിലെ പോലും. കാരണം ഒരു ഉത്തരം 2 or 3 വ്യത്യസ്ത സെന്റൻസുകളിൽ പറയാൻ പറ്റും. നിങ്ങളുടെ മനസ്സിലൊരു ശരി ഉത്തരം കാണും, അതിനൊരു സെന്റൻസ് കാണും. നിങ്ങളുടെ ഫ്രണ്ടിന്റെയിലും ശരി ഉത്തരം കാണും, പക്ഷേ സെന്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങളുടെ മനസ്സിലല്ലാത്ത മറ്റൊരു സെന്റൻസ് ഫ്രണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഉത്തരം തെറ്റ്, അത് ശരിയെന്ന് തോന്നും. അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഉത്തരം കളയുകയും ചെയ്യും, അതിൽ വേറെ പിടിക്കാൻ നോക്കും. ഇത് പോകും, അതെത്തൂല, രണ്ടും പോകും. അതുകൊണ്ട് പരീക്ഷയുടെ രാവിലെ ഫ്രണ്ട്സുമായിട്ടുള്ള ചർച്ച ഒഴിവാക്കുക.
എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങളുടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അടുത്ത് ഫോൺ ചെയ്തോ നേരിട്ട് കണ്ടോ ചോദിക്കുക. കൂട്ടുകാരുമായിട്ട് ചർച്ച വേണം. പിന്നെ പരീക്ഷയുടെ തലേദിവസം രാത്രി 7.5 മണിക്കൂറെങ്കിലും ഉറങ്ങണം. നല്ല ഉറക്കം ഇല്ലാത്തൊരു കുട്ടിക്ക് പഠിച്ചതൊന്നും കൃത്യമായിട്ട് ഓർമ്മ വരില്ല. ഓർമ്മ വരുന്നില്ലെങ്കിൽ പരീക്ഷയ്ക്ക് അത് എഴുതാനും പറ്റില്ല. പരീക്ഷയ്ക്ക് അതുപോലെ വേണ്ടത് ഓരോ ചോദ്യവും മുഴുവൻ ഭാഗവും ഒരു 3 പ്രാവശ്യമെങ്കിലും മനസ്സിരുത്തി വായിച്ചിട്ടേ ഉത്തരം എഴുതാവൂ. പല കുട്ടികളിലും ഞാൻ കണ്ടിട്ടുള്ള പ്രവണത, പ്രത്യേകിച്ച് ABC ചോദ്യങ്ങൾ വരുമ്പോൾ A മുഴുവൻ വായിക്കും, B പകുതി വായിക്കും, Bയുടെ അടുത്ത പകുതിയും Cയും സ്വയം ഊഹിക്കും, ഉത്തരം എഴുതും. വെളിയിൽ വന്ന് നോക്കുമ്പോൾ അയ്യോ അത് അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇനി വെളിയിൽ വന്ന് വിചാരിച്ചൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട. ചോദ്യം വായിക്കാതെ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് സമയമൊന്നും ലാഭിക്കുന്നില്ല, ഉത്തരം മാറിപ്പോവുകയും ചെയ്യും. ചോദ്യം നന്നായിട്ട് വായിക്കുക, ആ ചോദ്യം നന്നായിട്ട് മനസ്സിരുത്തി ആലോചിക്കുക. ഒരു 20 സെക്കൻഡെങ്കിലും ആലോചിച്ചിട്ടേ ഉത്തരം എഴുതാവൂ. ചാടിക്കയറി ഉത്തരം എഴുതരുത്. പെട്ടെന്ന് വരുന്ന ഉത്തരം നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് വരുന്ന ഉത്തരം ആവണമെന്നില്ല. അത് ശരിയോ തെറ്റോ ആവാം. എന്നാൽ ഒരു 20 സെക്കൻഡെങ്കിലും ആലോചിച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അത് ശരി ഉത്തരമാണ്. അത് മെമ്മറിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടൊരു ചോദ്യം 20 സെക്കൻഡോളം ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ എങ്കിലും ആലോചിച്ച് നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം ഉത്തരം എഴുതുക. ഏതൊരു ഉത്തരം തെറ്റാണെന്ന് തോന്നിയാൽ ഒരൊറ്റ വര വരച്ചാൽ മതി. ചില കുട്ടികളുണ്ട് പേനായിട്ട് ചുരണ്ടി കടും വെട്ടും. അങ്ങനെ വെട്ടുമ്പോൾ പേപ്പറിൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന കൂടെ ചിലപ്പോൾ പേപ്പർ നോക്കുന്നവർക്ക് വായിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു വര വരച്ചാൽ നിങ്ങൾ വെട്ടിക്കളഞ്ഞാൽ പിന്നെ പേപ്പർ നോക്കുന്നവരത് വായിക്കുകയൊന്നുമില്ല. വെട്ടാത്ത വായിക്കാൻ തന്നെ സമയമില്ല അവർക്ക്. അപ്പം പിന്നെ വെട്ടിയത് വായിച്ചൊന്നും സമയമൊന്നും കളയില്ല. നിങ്ങൾ എഴുതിയ അബദ്ധം മനസ്സിലായിരിക്കാൻ വേണ്ടിയാണ് ഈ കടും വെട്ടുന്നത്. ഒരു സെൻറ്റൻസ് വെട്ടിക്കളഞ്ഞാൽ ഒരൊറ്റ വര വരച്ചാൽ മതി, പിന്നെ അതാരും വായിക്കില്ല. ധൈര്യമായിട്ട് ഒറ്റ വരയെ നിർത്തിക്കോളൂ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പ്രത്യേകിച്ചും അതിന് 5-6 മിനിറ്റൊക്കെ മിച്ചമുള്ളെങ്കിൽ തെറ്റിപ്പോയി ഒന്നേന്ന് എഴുതണം തോന്നിയാൽ ആദ്യം ഒന്നേന്ന് എഴുതുക. ഒന്നേന്ന് എഴുതിയിട്ട് പഴയത് വെട്ടിയാൽ മതി. അപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ എഴുതിയിട്ട് 2 ഉത്തരവും കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ആൻസർ നിലനിർത്തുക, മോശം വെട്ടിക്കളയും. രണ്ടാമത് എഴുതി തീർന്നിട്ട് ആദ്യത്തെ വെട്ടാവും. ആദ്യമേ കയറി വെട്ടരുത്. അതും ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിക്കോളൂ. കാരണം ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ പെശകുണ്ടെങ്കിൽ ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുന്ന കുട്ടിക്കാണ് ഫ്രീ മാർക്ക് ഫുൾ കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കില്ല. ഉദാഹരണത്തിന് ഫിസിക്സിന് കെമിസ്ട്രിയിലൊക്കെ ആദ്യത്തെ 5-ൽ 4 എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം 5-ൽ 4 തന്നെ എഴുതുക. അങ്ങനെ ഓരോ സെക്ഷനിൽ നിന്നും ആവശ്യമുള്ള മാത്രം എഴുതുക. അവസാനം മിച്ച സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോയ്സായിട്ട് നിങ്ങൾ കളഞ്ഞ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം കൂടെ വേണമെങ്കിൽ എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഗുണമേ ഉള്ളൂ, ദോഷമൊന്നുമില്ല. പക്ഷേ ആദ്യമേ അത് എഴുതിക്കൊണ്ടിരുന്ന സമയം കളയായിരുന്നു. ഉദാഹരണത്തിന് ഫിസിക്സിൽ 4 സെക്ഷൻ ഉണ്ട്. ഓരോ സെക്ഷനിലും 5 ചോദ്യം വീതമുണ്ട്. 4 വീതമാണ് എഴുതേണ്ടത്. ആദ്യം എല്ലാത്തിനും 4 വീതം എഴുതുക. മിച്ച സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സെക്ഷനിൽ ഓരോന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്, ആ ഓരോന്നിൻ്റെ ഉത്തരം കൂടെ എഴുതുക. ഇതുപോലെ തന്നെ കെമിസ്ട്രിയിലും കണക്കിലും ഒക്കെ നിങ്ങൾ ചെയ്യും. കണക്കിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗുണിച്ചപ്പോൾ കിട്ടിയ 26 എടുത്ത് എഴുതുമ്പോൾ 62 ആവരുത്. പല കുട്ടികൾക്കും പേപ്പർ നോക്കുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഗുണിച്ച് എഴുതുന്നത് ഒരു നമ്പറായിരിക്കും, എടുത്ത് എഴുതുമ്പോൾ തലതിരിഞ്ഞു പോകും. അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്തെങ്കിൽ അത് ഒന്നുകൂടെ ചെയ്ത് ആ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷൻ ശരിയാണെന്ന് ഉറപ്പ് വരുത്തണം. അത് ഫിസിക്സ് കെമിസ്ട്രിയിലെ കണക്കുകളും മാത്തമാറ്റിക്സിലും അതിൽ വളരെ ജാഗ്രത വേണം. പിന്നെ കണക്ക് ചെയ്യുമ്പോൾ ഒരു വാരം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യും. പേപ്പർ ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് മടക്കുക. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ആ മടക്കിൽ വരത്തേക്കൊണ്ട് മീക്കോട്ടും എല്ലാം ഇട്ട് പോകും. അപ്പോൾ കണക്ക് ഉത്തരം കാണാനൊരു ഭംഗിയുണ്ടാവും. പേപ്പർ നോക്കുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാവും. അത് നിങ്ങളുടെ മാർക്ക് കുറയാതിരിക്കാൻ സഹായിക്കും. പേപ്പർ നോക്കുന്നവരെ നിങ്ങളൊന്ന് സന്തോഷിപ്പിക്കണം, അവരായിട്ട് കഷ്ടപ്പെടുത്തരുത്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കൂ. ഈ രീതിയിൽ പഠിച്ച ആൻസർ എഴുതൂ. പിന്നെ 1 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു വാക്കിലൊക്കെ ഉത്തരം എഴുതാനൊക്കെ ഒന്നാണെങ്കിൽ ഒരു വാക്ക് മതി, വരച്ചു നീട്ടി സെൻറ്റൻസ് വേണ്ട. ഉത്തരത്തിൽ എല്ലാ പോയിന്റും വേണം, പക്ഷെ നീളം കുറച്ച് മതി. ഒരുപാടൊന്നും വരച്ച് ചെയ്തിട്ട് കാര്യമില്ല. കണക്ക് ആംഗിൾ കാൽക്കുലേഷനൊക്കെ പടങ്ങളൊക്കെ വരച്ച് അത് പടം ഇച്ചിരി വലുതായിട്ട് തന്നെ വരയ്ക്കണം. തന്ന ഡേറ്റ എല്ലാം അതിൽ മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഓരോ ആംഗിളും അതിൽ അപ്പോഴെപ്പോഴും എൻ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ ബാക്കിയുള്ള ഓരോന്നും കണ്ടുപിടിക്കാൻ എളുപ്പമാവും. അതുകൊണ്ട് കണക്കിൽ ആവശ്യപ്പെട്ടില്ലെങ്കിലും പടം വരയ്ക്കും. ഫിസിക്സും കെമിസ്ട്രിയിൽ പടം വരയ്ക്കാൻ പറഞ്ഞാൽ മാത്രം വരച്ചാൽ. ഈ രീതിയിലൊക്കെ ചെയ്യൂ. എങ്കിൽ നിങ്ങൾക്ക് A+ ഉറപ്പ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. A+മായിട്ട് വരും.